ശത്രുവം എന്നെ ദൈവം മിത്രമാക്കിയേ, രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി. ഈ സ്നേഹസ്വരൂപാനൻ ആത്മസ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിലെന്നെത്താ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിലെന്നെത്താ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ, എന്നെ തന്നെ വെറുത്ത് ക്രൂശെടുത്തു ഞാൻ. നിന്നെ ചുമന്നു പോം പാളയത്തിൻ പുറം. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിലെന്നെത്തൻ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഹല്ലേലൂയ. ക്രൂശിൽ നമ്മളോടുള്ള സ്നേഹമാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. നമ്മളോടുള്ള സ്നേഹമാണ് യേശു ക്രൂശിൽ മരിച്ചത്. അപ്പോൾ പകരം നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പകരം പിന്നെ എന്ത് കൊടുക്കാം? നമ്മെ തന്നെ ക്രൂശോട് ചേർത്ത് ആണിയെടുക്കാൻ വിട്ടു കൊടുക്കാം. കർത്താവേ, എന്നെ ഇതാ ഞാൻ അപ്പൻ്റെ സന്നിധി സമർപ്പിക്കുന്നു. കൊലോസ്യർക്ക് ലേഖനം അതിന് 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. ആഴമായ ഒരു പുസ്തകമാണ് കൊലോസ്യർക്കിലെ ലേഖനം. അപ്പോസ്തലനാകുന്ന പൗലോസ് കാരാഗ്രഹത്തിനകത്ത് കിടന്നെഴുതുമ്പോൾ അവിടെ കിടന്നെഴുതിയ ഒരു ലേഖനമാണ് ഈ ലേഖനം. ഈ ലേഖനത്തിനകത്ത് ആഴമായ തിരുവചനങ്ങൾ എഴുതിയിട്ടുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളിലും വസിക്കുന്നു എന്ന് സ്പഷ്ടമായി സ്തോത്രം അപ്പോസ്തലനെ കുറിച്ച് വെച്ചു. തീർന്നില്ല. കാരാഗ്രഹത്തിനകത്ത് എല്ലാവർക്കും ദുഃഖവും പ്രയാസവും ഭാരവും അനുഭവിക്കുമ്പോൾ ഈ കാരാഗ്രഹത്തിനകത്ത് ക്രിസ്തു യേശു ദൈവത്തെ കണ്ട ആ ദൈവത്തെ കാണണമെങ്കിൽ അത് യേശുവിലൂടെ കാണണമെന്ന് അപ്പോസ്തലനാകുന്ന പൗലോസിന് വരച്ചിട്ട് കൊടുത്തൊരു ലേഖനമാണ് കൊലോസ്യർക്ക് ലേഖനം. സ്തോത്രം. യേശുവിനെ ദൈവത്തെ കാണണമെങ്കിൽ ആരെ കണ്ടാൽ മതിയെന്ന്? യേശുവിനെ കണ്ടാൽ മതിയെന്ന്. സ്തോത്രം. കറക്റ്റ് ദൈവം ആരാണെന്ന് യേശുവിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. ഏത് പുസ്തകം? കൊലോസ്യർക്ക് എഴുതിയ ലേഖനമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ മൊത്തമായി വെളിപ്പെടുത്തുന്നു. സ്തോത്രം. അതിലെഴുതിയിരിക്കുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും വായിച്ച് കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ
അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും വായിച്ചേ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അടുത്ത സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ ആകട്ടെ, കർത്തൃത്വങ്ങൾ ആകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങൾ ആകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം കർത്താവിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത് അവൻ സർവ്വത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ സർവ്വത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. അപ്പോ സ്തോത്രം. അതിന്റെ 27 വാക്യം വായിക്കുമ്പോൾ 27 വായിച്ചേ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ, കണ്ടോ, ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. എവിടെ കിടന്ന് എഴുതുക? ഇത് കാരാഗ്രഹത്തിനകത്ത്. വേദനയല്ല, ഇതിനകത്ത് യേശുവിനെ കാണുകയാണ്. പിതാവായ ദൈവം ആരെന്ന് യേശുവിലൂടെ അപ്പോസ്തലനാകുന്ന പൗലോസിന് ആഴമായി എവിടെ കിടക്കുമ്പോൾ സ്തോത്രം പത്മോസിനകത്ത് കിടന്നപ്പോൾ അപ്പോസ്തലനാകുന്ന യോഹന്നാൻ അപ്പോസ്തലൻ്റെ വേദനയല്ല യോഹന്നാൻ കണ്ടത്, സ്വർഗമാണ് കണ്ടത്. നിങ്ങൾക്ക് ഇത്രയൊക്കെ മനസ്സിലായി? പ്രതികൂലത്തിലാണ് കിടന്നതല്ലേ, പ്രശ്നത്തിലാണ് കിടന്നത്, പ്രതിസന്ധിയിലാണ് കിടന്നത്. ഡൊമീഷ്യൻ ചക്രവർത്തിയിൽ നാട് കടത്തപ്പെട്ടതാണ്, പത്മോസിനകത്താണ്. അവിടെ സഹായിക്കാൻ ആരുമില്ല, അവിടെ നേരെ ഭക്ഷണമില്ല, അവിടെ വെയിലും മഞ്ഞും പ്രശ്നങ്ങളുമാണ്. പക്ഷേ സ്തോത്രം, തനിക്ക് ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് അവിടെ. പക്ഷേ ആ ഭയപ്പാടിന്റെ നടുവിലും കണ്ടത് സർവത്തിന്റെ ഉടമസ്ഥനാകുന്ന ദൈവത്തെയാണ്. ദൈവത്തെയും യേശുക്രിസ്തുവിനെയും മാത്രമല്ല, യേശുക്രിസ്തു ലൈവായി ഇറങ്ങി വരുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കണ്ടത് എവിടെ വെച്ചാ? ഈ പ്രതികൂലത്തിനകത്ത് വെച്ചാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നീ വ്യത്യസ്തമായ പ്രതികൂലത്തിലും തീച്ചൂളയ്ക്കകത്തൂടെ പോകുമ്പോൾ ഞാൻ പറയാ, സ്വത്രം ക്രിസ്തുവിനെ കാണുന്ന ഒരു പൈതലാണെങ്കിൽ, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതലാണെങ്കിൽ, പ്രതികൂലമല്ല നിന്റെ മുൻപിൽ നീ കാണേണ്ടത്. ഞാനും നിങ്ങൾ കാണുന്നത് പ്രശ്നമല്ല, ഈ പ്രശ്നത്തെ ജയിച്ച ഒരു കർത്താവിനെ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? പ്രശ്നത്തെ ജയിച്ച, പ്രതികൂലത്തെ ജയിച്ച ഒരു കർത്താവിനെയാണ് കാണേണ്ടത്. ഈ സ്തോത്രം നാട് കടത്തിയ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിനകത്ത് യേശുവിനെ കണ്ടു, 7 പൊൻ നിലവിളക്ക് കണ്ടു, 7 സഭകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. തീർന്നില്ല, സ്വർഗം തുറന്നിരിക്കുന്നത് ആ യോഹന്നാൻ അപ്പോസ്തലനെ ദൈവം കാണിച്ചു കൊടുക്കുന്നു. എവിടെ കിടക്കുമ്പോൾ? പത്മോസിനകത്ത്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, പ്രതികൂലത്തിലും പ്രശ്നത്തിലും ഒറ്റപ്പെടലും കിടക്കുമ്പോൾ, അയ്യോ ഞരങ്ങിക്കൊണ്ടല്ല അവിടെ കിടക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് സ്വർഗ ഉന്നതങ്ങൾ ഇരിക്കുന്ന യേശുവിനെയാണ്. തീർന്നില്ല, യേശു അപ്പൻ ഉള്ളതാണ്. ആ സ്വർഗത്തെയാണ് കാണേണ്ടത്. സ്തോത്രം 4-ാം അധ്യായത്തിൽ പറയുന്നു, സ്വർഗം തുറന്നിരിക്കുകയാണ്. ഇവിടെ അവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് വായിച്ച 4-ന്റെ 1 വായിച്ചു പോയേ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച കേട്ട ആദ്യത്തെ ശബ്ദം. കിടപ്പ് എവിടെയാണ്? പത്മോസിനകത്താണ്. പക്ഷേ കാണുന്നത് എവിടെയാണ്? സ്വർഗത്തിൽ നിന്ന് ദൈവം വിളിക്കുന്നതാണ് കാണുന്നതും കേൾക്കുന്നതും. മനസ്സിലാകുന്നുണ്ടോ? പ്രതികൂലമല്ല കണ്ടത്, എറിഞ്ഞവരല്ല കണ്ടത്, പ്രശ്നത്തിൽ തള്ളിയിട്ടവരല്ല കണ്ടത്. പിന്നെ കണ്ടതാരെയാ? തന്നെ വിളിച്ച് വേർതിരിച്ച, ചങ്കോട് ചാരി കിടത്തിയിരുന്ന ആ യേശുവിനെ 1-ാം അധ്യായത്തിന് വെളിപ്പെടുന്നത് മാത്രമല്ല, 4-ാം അധ്യായത്തിൽ ആ യേശു ഇരിക്കുന്ന സ്ഥലത്ത് യോഹന്നാനെ ദൈവം വിളിക്കുകയാണ്, മോനെ നീ ഇങ്ങോട്ട് കയറി വാടാ. ഇന്ന് ഇതിനകത്ത് ആത്മാവ് ആഴമായി ചിലരോട് സംസാരിക്കാനുണ്ട്, ആഴമായി ചിലത് ഇടപെടാനുണ്ട്. ഈ ലോകത്തിൽ അനേകർക്ക് കാണാൻ പറ്റാത്തത്, അനേകർക്ക് വെളിപ്പെടാൻ പറ്റാത്തത് ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചില മക്കൾക്ക് ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ ഒന്ന് കാണുവാൻ, ആ ശബ്ദം കേൾക്കുവാൻ, ആഴമായി ക്രിസ്തുയേശുവിന്റെ സാന്നിധ്യത്തിൽ നിറയാൻ എന്റെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽക്കാല ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗം ഇറങ്ങി നിൽക്കുന്നു. ദൂതന്മാരുടെ നടുവിൽ രാജാതി രാജാവ് മനുഷ്യൻ പറയും ഈ പ്രതികൂലം നിന്നെ കൊന്നുകളയുമെന്ന്, മനുഷ്യൻ പറയും നീ തോറ്റുപോകുമെന്ന്, മനുഷ്യൻ പറയും നീ തകർന്നു പോകുമെന്ന്. എന്നാൽ ഭക്തൻ പറയും ഇല്ല, ദൈവം പറയില്ല, അവൻ എന്നെ കാണും, സ്വർഗം കാണും, സ്വർഗം തുറന്നിരിക്കുന്നത് കാണും, അവൻ എന്നെ കാണും. ഭക്തൻ പറയുന്നത് അറിയാമോ? ഇല്ല, അവൻ എന്നെ കാണും, എന്റെ സ്വർഗത്തിൽ ഞാൻ അവനെ കൊണ്ടുവരും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ട്. എന്തുണ്ട്? പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ മേലൊരു അധികാരമുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ മേലൊരു അധികാരമുണ്ട്, ഒരു മുദ്രയുണ്ട്.
അത് ആത്മാവിന്റെ മുദ്ര. സാത്താനെ ഉടയ്ക്കുന്ന ഒരു മുദ്ര. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് സ്വത്രം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ സ്വത്രം 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ സ്വത്രം 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. 21-ാം വാക്യം വായിക്കുമ്പോൾ ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുകയും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവം അല്ലോ. ജീസസ്, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. അത് ദൈവ അഭിഷേകം ചെയ്തതാണ്. ദൈവ അഭിഷേകം ചെയ്തതാണ്. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം ഇറങ്ങട്ടെ. ഇതേ അഭിഷേകം മർക്കോസിന്റെ മാളിക മുറിയിൽ പകർന്ന അതേ അഭിഷേകം ഇന്ന് ആലയത്തിനകത്ത് കടന്നു വന്ന കൊച്ചു മാവകളുടെ മേൽ മുതൽ മുതിർന്നവരുടെ മേൽ വരെ ഈ അഭിഷേകത്തിന്റെ പുതപ്പെന്ന് വീഴുകയാണ്. സാത്താന്റെ മണ്ഡലത്തെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ സ്വത്രം ട്രാഫിക് മാൻ കാണും അല്ലേ? അയാൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ എന്തോന്നാ? കാക്കി ഡ്രസ്സില്ലേ? സ്വത്രം. ആ ഡ്രസ്സ് കാണുക മാത്രമല്ല, കാക്കി ഡ്രസ്സ് ഒരുപാട് ഇട്ടിട്ടുണ്ടല്ലേ? പല ജോലി ചെയ്യുന്നവരും പല ഉദ്യോഗസ്ഥരുടെയും ഡ്രസ്സ് എന്തോന്നാ? കാക്കിയ. ഡ്രൈവർമാരിട്ടിരിക്കുന്ന ഡ്രസ്സ് എന്തോന്നാ? കാക്കി കളറല്ലേ? എല്ലാ കാക്കിക്കാരും കൈ കാണിച്ചാൽ നിൽക്കുമോ? ഇല്ല. പക്ഷെ ട്രാഫിക് പോലീസ് കൈ കാണിച്ചാൽ വണ്ടി നിൽക്കും. കാരണം ട്രാഫിക് പോലീസിനൊരു അധികാരം എല്ലാ കാക്കിക്കാരും കൈ കാണിച്ചാൽ നമ്മൾ നിർത്തുമോ? സ്വത്രം. ഹല്ലേലൂയ. ഡ്രൈവർമാർ കാക്കിയിട്ടവരുണ്ട്. അവർ കൈ കാണിച്ചാൽ നിർത്തുമെന്ന് പറഞ്ഞാൽ നിൽക്കുമോ? ഇല്ല. നമുക്കറിയാം അത് ഡ്രൈവറിൻ്റെ കാക്കിയാണെന്ന് അറിയാം. പക്ഷെ ട്രാഫിക് പോലീസിനൊരു അധികാരമുണ്ട് നിർത്താൻ. എന്നാൽ പരിശുദ്ധി ആത്മാവിനാൽ മുദ്രയിടപ്പെട്ട ഒരു പൈതലിന്റെ മേലൊരു അധികാരം ദൈവം ഞാൻ നീ ആരെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആര്? ക്രിസ്തു യേശുവിന്റെ ആത്മാവിന്റെ മുദ്ര പ്രാപിച്ച അതെ 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 ഒരു മുദ്രയുണ്ട്. ഒരു മുദ്രയുണ്ട്. ഒരു മുദ്രയുണ്ട്. ഒരു മുദ്രയുണ്ട്. ഒരു മുദ്രയുണ്ട്. ആത്മാവിന്റെ മുദ്ര. സാത്താൻ വിറയ്ക്കുന്ന മുദ്ര. പിശാച് വിരണ്ടോടുന്ന മുദ്ര. നീ പേടിച്ചൊളിച്ചിരിക്കുകയാണോ? ഭയപ്പെട്ടിരിക്കുകയാണോ? നിന്റെ മേലുള്ള മുദ്ര നീ മറന്നുപോയോ? മുദ്ര അതുകൊണ്ട് അത് ആത്മാവിന്റെ മുദ്ര. അത് പുറത്തല്ല, അത് ഹൃദയത്തിന്റെ അകത്താണ്. ആർക്കും എടുക്കാൻ പറ. ഒരു ട്രാഫിക് പോലീസിന് എല്ലാ വാഹനവും പിടിച്ചു നിർത്താനുള്ള അധികാരമുണ്ടെങ്കിൽ അദൃശ്യ മണ്ഡലത്തിൽ എനിക്കെതിരെ വ്യാപരിക്കുന്ന ശത്രുവിന്റെ പോരുകളെ ഉടക്കാൻ യോഹന്നാൻ അപ്പോസ്തലനോട് ദൈവം പറഞ്ഞു, മോനെ നീ ഇവിടെ കയറി വാ, ജനം കൊണ്ടിട്ടത് ഇവൻ തീർന്നു എന്ന് പറഞ്ഞ. പക്ഷേ ഇവൻ അവിടെ ഉള്ളതൊന്നും കണ്ടില്ല. അവിടെ ഉള്ള പ്രശ്നമൊന്നും കണ്ടില്ല. പ്രതിസന്ധി ഒന്നും കണ്ടില്ല. പ്രതികൂലങ്ങളൊന്നും കണ്ടില്ല. പിന്നെ എന്ത് കണ്ടു? സ്വർഗം കണ്ടു. സ്വർഗം കണ്ടു. ജീസസ്, ഹല്ലേലൂയ. സ്വർഗം കണ്ടു. സ്വർഗത്തെ കണ്ടു. ആമേൻ. സ്തോത്രം. ഇവിടെ കയറി വരിക. വായിച്ചേ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു 4:1 ഇവിടെ കയറി വരിക. ഇവിടെ കയറി. എവിടെയാ കിടക്കുന്നത്? എവിടെയാ? പത്മോസിൽ. എവിടെയാ കിടക്കുന്നത്? പത്മോസിലാ. പക്ഷെ ഇപ്പൊ യോഹന്നാൻ എവിടെ എത്തി? വേദനക്കകത്ത് നമ്മൾ എവിടെ കാണണം? സ്വർഗം കാണണം. വേദനക്കകത്ത് നമ്മൾ എവിടെ കാണണം? നമുക്ക് നമ്മുടെ കർത്താവിനെ കാണണം. വേദനക്കകത്ത് എവിടെ കാണണം? നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നന്മകൾ കാണണം. ആ രാജ്യം കാണണം. ഈ വേദന അല്ല കാണേണ്ടത്. ഈ ലോകമല്ല കാണേണ്ടത്. ഈ ലോകത്തിലെല്ലാം അടയട്ടെ. പിശാചിന്റെ വഴികളെല്ലാം അടയട്ടെ. നമുക്ക് അപ്പനെ കാണാം. ആ ദർശനങ്ങൾ കാണാം. വെളിപ്പാടുകൾ കാണാം. യോഹന്നാൻ അപ്പോസ്തലനെ അവിടെ വലിച്ചെറിയുമ്പോൾ യോഹന്നാൻ കണ്ടത് തന്നെ എറിഞ്ഞവരല്ല, കഷ്ടതയല്ല. പിന്നെ എന്ത് കണ്ടു? സ്വർഗം കണ്ടു. സ്തോത്രം. തടവിനകത്ത് കിടക്കുന്ന, ഞാൻ ഇത് പറഞ്ഞു പോയാൽ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. തടവിനകത്ത് കിടന്ന് എഴുതിയ ഒരു ലേഖനമാണ് ഇത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ഇവിടെ കിടന്നെഴുതിയ കാരാഗ്രഹത്തിനകത്ത് കിടന്നെഴുതിയ ഒരു ലേഖനം. ദൈവത്തെ കാണാൻ യേശുവിനെ കണ്ടാൽ മതിയെന്ന്
മുഴുവൻ എഴുതി വച്ചിരിക്കുന്ന, വരച്ചിട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഏത്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ആഴമായ തിരുവചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേൽ എന്തുണ്ട്? ഒരു മുദ്രയുണ്ട്. എന്തുണ്ട്? പറ. എന്തുണ്ട്? ഒരു മുദ്രയുണ്ട്. എന്തുണ്ട്? ഒരു മുദ്രയുണ്ട്. എന്തിൻ്റെ മുദ്ര? പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്തിരിക്കുന്നു? അഭിഷേകം ചെയ്തിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ മേൽ ഒരു മുദ്രയും ആ വാക്യം ഒന്ന് വായിച്ച് പോയേ ഒന്നുകൂടെ. സ്തോത്രം. നമ്മുടെ മേൽ അഭിഷേകം മാത്രമല്ല, ദൈവം നമ്മുടെ മേൽ 21:22 ഞങ്ങളെ നിങ്ങളോട് കൂടെ. 2 കൊരിന്ത്യർ 1:21-22 വായിക്കുന്നത്. വായിച്ചേ. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത് ദൈവം, അഭിഷേകം ചെയ്തതും എന്നെ ഉറപ്പിച്ചു. 2 എന്നെ അഭിഷേകം ചെയ്തു. തീർന്നില്ല. അടുത്ത് അവൻ നമ്മെ മുദ്രയിട്ട് എന്ത് ചെയ്തു? ഈ മുദ്ര ഉള്ളവനെ കാണുമ്പോൾ പിശാച് എന്ത് ചെയ്യും? പറ. കിട്ടുകിട്ടാ വിറച്ചോടും. കിട്ടുകിട്ടാ വിറച്ച് എന്ത് ചെയ്യും? ഓടും. പിശാച് എന്ത് ചെയ്യും? ഇറങ്ങി ഓടും. പക്ഷെ ഞാൻ ആരാണെന്ന് അറിയണം. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ നിങ്ങൾ ആരാ? സ്വർഗത്തിലെ മുദ്ര പ്രാപിച്ച, ഇവിടുത്തെ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലിക്കിരിക്കുമ്പോൾ 60 വയസ്സ് വരെയുള്ള ഒരു കാക്കി പ്രാപിച്ച ആളല്ല. പിന്നെയോ മരണം വരെ, നിത്യതയിലെത്തും വരെ നമ്മുടെ മേലൊരു മുദ്രയുണ്ട്. പെൻഷൻ പറ്റുന്ന മുദ്രയല്ല ഇത്. പെൻഷൻ പറ്റുമ്പോൾ വീട്ടിൽ ഇരുത്തുന്ന, അധികാരം പോകുന്ന മുദ്രയല്ല ഇത്. പിന്നെയോ ഇത് സ്വർഗം തന്ന ആത്മാവിൻ്റെ മുദ്ര. ഏത് മുദ്ര? പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. ഈ മുദ്ര ഉള്ളവനെ കണ്ടാൽ അറിയാം. യവനെ കാണുമ്പോൾ ചില അന്ധകാര ശക്തി ഇറങ്ങി എന്ത് ചെയ്യും? ഇറങ്ങി ഓടും. സ്തോത്രം. നിങ്ങൾ പോകുന്ന വഴിക്ക് ഇരുട്ടിൻ്റെ ശക്തി നിങ്ങൾ വേറെ ഒന്നും പറയണ്ട. പോകുമ്പോൾ തന്നെ ഇവ എന്ത് ചെയ്യും? ഞാൻ പറയട്ടെ, ഹെൽമെറ്റ് വയ്ക്കാത്ത ആള് അവിടെ ആൾക്കാർ പിടിക്കാൻ നിൽക്കുന്നു, ഞാൻ അവിടെ കൂടെ ഓടുമോ? എന്താ ഓടാൻ കാരണം? അധികാരമുള്ളവൻ അവിടെ ആണോ അല്ലേ? ഇനി ഒരു പിടികിട്ട പുള്ളി പോലീസ് വരുമെന്ന് കണ്ടാൽ ഓടുമില്ലേ? ആ വീട്ടിൽ പിന്നെ താമസിക്കുമോ? അവൻ എവിടെയായിരിക്കും? ഒളിവിലായിരിക്കും അല്ലേ? അർത്ഥം പിശാചിൻ്റെ പ്രവൃത്തികളെ ചതച്ചരച്ച് നസ്രായനെ പ്രാപിച്ച ഒരു പൈതൽ ഒരു വീട്ടിനകത്തുണ്ടെങ്കിൽ പിശാചിന് കിടക്കാൻ ഒരു ബലം പ്രാപില്ലേ? ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചു, എന്നെ ഉറപ്പിച്ചു. 2 എന്നെ അഭിഷേകം ചെയ്തു. 3 എന്നെ മുദ്രയിട്ടു. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എൻ്റെ പുറത്തല്ല, പിന്നെ എവിടെയാ? എൻ്റെ അകത്ത്. ആർക്കും എടുക്കാൻ പറ്റാത്ത സ്ഥലത്ത്, പറഞ്ഞേ, ആർക്കും എടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് എൻ്റെ ദൈവം ആത്മാവിനെ മുദ്രയിട്ടു. പറ. ഈ മുദ്രയുള്ള, ഈ സീലുള്ള ഞാനും നിങ്ങളും പാർക്കുന്ന വീട്ടിനകത്തുനിന്ന് ആര് എന്ത് കൊണ്ടിട്ടാലും അത് കത്തി എരിയും. ഇനി ആ ചുറ്റും അവിടെ ദൂതന്മാർ കയറി ഇറങ്ങുന്ന സ്ഥലമാ. യേശു വസിക്കുന്ന സ്ഥലമാ. പിന്നെ ദൂത സൈന്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാ. ഓ ജീസസ് ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അവിടെ കണ്ട അവിടെ ഇഴയുന്നതൊന്നും കയറി ഇഴയേണ്ട സ്ഥലമല്ല ഇതൊന്നും. എവിടെ നമ്മുടെ വീട്, നമ്മുടെ ശരീരം, നമ്മുടെ മുറ്റമൊന്നും ശത്രു ഇഴയേണ്ട സ്ഥലവും ശത്രു കയറേണ്ട സ്ഥലമൊന്നുമല്ല. പിന്നെ ആര് നടക്കേണ്ട സ്ഥലം? എൻ്റെ ദൈവം. കാരണം കർത്താവിൻ്റെ സീൽ എൻ്റെ മേലുണ്ട്. എൻ്റെ കൂടെ യേശുണ്ട്. എൻ്റെ വീട്ടിൽ എന്നെ ഒതുക്കും. ചിലരെയൊക്കെ ഒതുക്കി കളയും, ഒതുക്കി കളയും. പേടിപ്പിക്കുന്ന ഏതാത്മാവാ? പേടിപ്പിക്കുന്ന ഏതാത്മാവാ? നമ്മൾ പ്രാപിച്ചേതാ? 1 തീമോഥെയോസ് 1:7 അല്ലേ? സ്തോത്രം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. 1 തീമോഥെയോസ് 1:7 2 തീമോഥെയോസ് ആണോ? വായിച്ചേ. 2 തീമോഥെയോസ് 1:7 വായിച്ചേ. ഭീരുത്വത്തിന്റെ ആത്മാവിനല്ല, അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നു. നമുക്ക് ഈ സീൽ ഏതാ? എല്ലായിടും പോകണം. ഒന്നിനെയും പേടിക്കരുത്. അയ്യോ ആ വഴിയെ പോയാ അവിടെ പൂജ നടക്കുന്നു, അവിടെ കൂടെ പോയാൽ ശരിയാവില്ല, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നൊട്ടു എന്നൊന്നും ഒരു ദൈവ പൈതല് പേടിക്കാൻ പാടില്ല. അവിടെ ഇനി പൂജയല്ല, മന്ത്രമല്ല, എന്ത് കുന്തം നടന്നാലും ഞാൻ പറയാം, നമ്മൾ പോകുമ്പോൾ നമ്മുടെ ചുറ്റും ആരാ, നമ്മുടെ മുമ്പിലാരാ, നമ്മുടെ ഇടത്താരാ, നമ്മുടെ വലത്താരാ. നോക്കിയേ, ഇന്നലെ രാത്രി നിങ്ങൾ വാർത്തയുടെ ഒരു ഭാഗം കണ്ടു കാണൂല്ലേ?
ആര് വന്നു? വിഴിഞ്ഞത്ത് വരാൻ ആര് വന്നു? പറ. നരേന്ദ്ര വന്നോ? അപ്പോൾ അയാൾ മാത്രം ഞാൻ ഒരാളല്ലേ എല്ലാവരെയും പോലെ അങ്ങ് പോകാം എന്ന് പറഞ്ഞ് വിട്ടോ. പിന്നെ അയാളുടെ കൂടെ എത്ര ആള്, എത്ര ഉയർന്ന നേതാക്കന്മാർ, എത്ര സ്ഥാനങ്ങളിരിക്കുന്നവൻ, എത്ര സുരക്ഷ, എന്തെല്ലാം ഒരുക്കിയിട്ടാണ് ഈ മനുഷ്യനെ അവിടെ. അത് എവിടെയുള്ള 5 വർഷം ഭരിക്കുന്ന ആള്? ഇത് പോയാൽ മരിച്ചെന്ന് പറയുന്ന ആള് സഞ്ചരിച്ചപ്പോൾ ഇങ്ങനെയെങ്കിൽ സീലുള്ള യേശുവിനെ മുഴുവനും കൊടുത്ത് വിലക്ക് വാങ്ങി ഞാൻ സഞ്ചരിക്കുമ്പോ എത്ര ദൂതന്മാർ കാണുമെന്ന പറ. ഒരു ദൂതൻ എത്ര ശക്തിയുണ്ട്? റിപ്പാനാദര സക്കമാന റൂഡിമാന റീബാലാദര സകൽക്കനാദര ഷിവനഘടകർക്കദര ഉടത്തവനഘടകർക്കദര. നീയല്ല പേടിച്ചോടേണ്ടത്. നിന്നെ കാണുമ്പോൾ ശത്രു വിരണ്ടോടും. നിന്നെ കാണുമ്പോൾ അന്ധകാര ശക്തി വിരണ്ടോടും. അവൻ വിരണ്ടോടും. അവൻ വിരണ്ട് ആരോടും? ആര് വിരണ്ടോടും? ഒരു ദൂതൻ എത്ര ശക്തിയുണ്ട്? 1,85,000. എവിടെ കിടക്കുന്നു? യെശയ്യാവിൻ്റെ പുസ്തകം 37-ാം അധ്യായം 36-ാം വാക്യം വായിച്ചേ. യെശയ്യാവിൻ്റെ പുസ്തകം 37-ാം അധ്യായം 36-ാം വാക്യം വായിച്ചേ. എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ. ഒന്നുകൂടെ വായിച്ചാ വരി. എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. എത്ര? 185 പിന്നെ 185,000 പേരെ. എത്ര ദൂതന്മാർ ചേർന്ന്? പറ, എത്ര ദൂതന്മാർ ചേർന്ന്? 5,000 ദൂതന്മാരാ. പിന്നെ ഒറ്റ ദൂതൻ. 2 തിമോഥെയോസ് 1:7 വായിച്ചേ. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സ്വബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അർദ്ധരാത്രി പോയാലും നിന്നെ ഒരു പിശാചും തൊടാൻ പോകുന്നില്ല. നട്ടുച്ചയ്ക്ക് പോയാലും എവിടെ കൂടെ പോയാലും ഏത് ഭാഗത്തൂടെ പോയാലും തൊടില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഏത് ഭാഗത്തൂടെ പോയാലും. നിങ്ങളൊരിക്കൽ ഇത് ആ സമയത്തൊന്നും പോകാൻ പാടില്ലാത്ത ഏരിയയാണെന്ന് പറയൂലേ? മുദ്രയുള്ള പൈതൽ അവിടെ കൂടെ പോയി അവന്മാരോടും. അല്ല, നമ്മളല്ല ഓടുന്നത്. സ്തോത്രം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നിന്റെ മേലിട്ടത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നീ സഞ്ചരിക്കുമ്പോൾ എത്ര സ്ഥലത്ത് ഞാൻ കണ്ടു. കാരണം എന്താ? ഒരു ദൈവ പൈതൽ സഞ്ചരിച്ചാൽ അവൻ മേൽ തീ ഇറങ്ങി കത്തും. നീ അത് തിരിച്ചറിയുന്നുണ്ടോ? ഞാനല്ല അവനെ കണ്ടു പേടിക്കേണ്ടത്. നമ്മെ കാണുമ്പോൾ എന്താ? നമ്മെ കാണുമ്പോൾ അവൻ പേടിക്കാൻ കാരണം 1 യോഹന്നാൻ 4:4 2-ാം ഭാഗം. ആരും വിടരുത് വചനം. 1 യോഹന്നാൻ 4:4 2-ാം ഭാഗം. അപ്പൊ എൻ്റെയും നിങ്ങളുടെ അകത്തിരിക്കുന്ന ആരാ? ഈ ക്രിസ്തുവിനെയും കൊണ്ടാണ് ഞാൻ എവിടെ കൂടെ പോകുന്നത്? എല്ലായിടത്തോണ്ട് പോകുന്നത്. പിശാചി തുള്ളിയാടി പോകുമ്പോൾ കാണുന്ന ആരെയാ? എന്നെയാണോ? പിന്നെ 6000 ഭൂതം ലഗ്യോന്റെ ബാധ മുട്ടുമടക്കിയത് ആരെ കണ്ടപ്പോഴാ? എൻ്റെ അകത്തിരിക്കുന്ന ആരെ കാണുമ്പോഴാണ് ഇത് വഴിമാറുന്നത്? എൻ്റെ അകത്തിരിക്കുന്ന നസ്രായനെ കാണുമ്പോൾ. കാരണം എന്താ? അവനെ ചതച്ചരച്ചവൻ്റെ കർത്താവായ യേശു ക്രിസ്തു, ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു കൊലോസ്യരിൽ പറയുന്നു, അത് ശാലി നിന്റെ അകത്ത് നമ്മിലുള്ളവൻ. ആ വാക്യം കണ്ടോ? 1 യോഹന്നാൻ 4:4. ഇതൊക്കെ എന്തിനാ? ഇത് സിസ്റ്റർ കുറിച്ചുകൊണ്ടുവന്നാണല്ലോ. ആത്മാവ് പറയുന്നു ആർക്കൊക്കെ വേണ്ടി. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം. നമ്മൾ എന്താണെന്ന് തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു തുടങ്ങിയ കൊലോസ്യരാണ്. പക്ഷെ ഞാൻ പറയട്ടെ, തിരിച്ചറിയണം ഞാനും നിങ്ങൾ ആരാണെന്ന്. ഒരു കാക്കിയിട്ട ട്രാഫിക് പോലീസിന് വരുന്ന സകല വാഹനങ്ങളെ ഞാനെന്ന് പറയണ്ട, ഇങ്ങനെ കാണിച്ചാൽ മതി. നിൽക്കുമെങ്കിൽ അത് ലോകത്തിലുള്ള അധികാരമെങ്കിൽ സ്വർഗം തന്ന അധികാരം എന്തെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. പിശാചിൻ്റെ മണ്ഡലങ്ങൾ മുഴുവൻ വിറയ്ക്കും. നീ അനങ്ങിപ്പോകലും നിനക്കൊരു അതിരിട്ടെന്ന് പറഞ്ഞാൽ അവൻ ആ കാമ്പൗണ്ടിൽ നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ മേൽ മുദ്രയുള്ളത് ലോകത്തിൽ മനുഷ്യൻ കണ്ടില്ലെങ്കിൽ സാത്താന് കാണാം. 1 യോഹന്നാൻ 4:4 2-ാം ഭാഗം വായിച്ചേ. നമ്മളിലുള്ള ആരാ?
ലോകത്തിലുള്ളവர்கள் വലിയ ആൾ ആരിലുണ്ട്? നമ്മളുണ്ടല്ലേ. ഇനി തിമത്യോസിന്റെ ലേഖനം വായിച്ചേ, 2 തിമത്യോസ് 1:7. വീരത്വത്തിന്റെ ആത്മാവിനല്ല. അപ്പൊ നമ്മൾ പ്രാപിച്ച ഏതല്ല? മുദ്രയുണ്ടല്ലേ, ഉറപ്പിച്ചു, അഭിഷേകം ചെയ്തു. അതെവിടെ കിടക്കുന്നു? കൊരിന്ത്യരില് മുദ്രയിട്ടു, അഭിഷേകം ചെയ്തു, സ്തോത്രം, ഉറപ്പിച്ചു. അപ്പോൾ ഒരു മുദ്രയുണ്ട്. ഈ മുദ്രയുള്ള എന്തുണ്ട്? അധികാരവും ഉണ്ട്. നമുക്ക് ചുറ്റും ഒരു പ്രധാനമന്ത്രിക്ക് ചുറ്റും ഇത്രയും സംരക്ഷണം ഉണ്ടെങ്കിൽ, യേശുക്രിസ്തു മുഴുവനും കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ എനിക്ക് ചുറ്റും തീർന്നില്ല. ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ചുറ്റും ദൂതസൈന്യമുണ്ട്. ദൂതസൈന്യം ചുറ്റുമെങ്കിൽ എൻ്റെ അകത്ത് യേശുവാണ്. അങ്ങനെയെങ്കിൽ സഞ്ചരിക്കുമ്പോൾ സ്തോത്രം, ഇത് പൊട്ടാത്തടത്തോളം കാലം കർത്താവിന് വെളിപ്പെട്ട പൊട്ടും. കർത്താവിന് വെളിപ്പെട്ട അത് കത്തി എരിഞ്ഞ് ചാണ നൂല് പോലെ. ഓ ജീസസ് 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 ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഓ ദൈവത്തിന് മഹത്വം. എൻ്റെ കർത്താവിൻ്റെ മക്കൾ ഒരിടത്തൂടെ പോയാൽ അവിടെ ഇരിക്കുന്നത് ഇറങ്ങി ഓടും. ആമേൻ, സ്തോത്രം. ചിലടത്ത് പ്രാർത്ഥന വയ്ക്കുമ്പോൾ അവർ അയൽവക്കത്തുകാർ വന്ന് പറയുന്നതെന്നറിയാമോ? നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പ്രാർത്ഥന വെച്ച് ഞങ്ങളെ വീട്ടിൽ ഇരുന്ന് ഇറങ്ങിപ്പോയത്. ഇതൊക്കെയാണ് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. പെന്തക്കോസ്തുകാർ പേടിച്ച് മറോട്ടയാണ് പോകുന്നത്. നിങ്ങൾ ചിന്തിച്ചു, ഇവന്മാർ പറയുന്നത് ഞങ്ങൾ അവിടെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഇപ്പുറത്തിരുന്ന് ഞങ്ങൾ ദൈവങ്ങളെല്ലാം ഇറങ്ങി ഓടി ഇവിടെ ഒന്നും പ്രാർത്ഥന വയ്ക്കല്ലേ, ഞങ്ങൾക്കൊരു സമാധാനമില്ല, ഞങ്ങൾ 24 മണിക്കൂറും പൈസ കൊണ്ട് കൊടുത്ത് പൂജ ചെയ്ത് ഇവിടെ കൊണ്ടിരുത്തുന്നു. നിങ്ങൾ ഒറ്റ സ്വാത്രത്തിൽ എല്ലാത്തിനെയും ഓട്ടിക്കുന്നു. എങ്ങനെ? ഒറ്റ സ്വാത്രത്തിലെല്ലാം കത്തിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, ചണനൂല് പോലെ. ഇന്ന് ഇതിനകത്ത് ഞാൻ പറയാം, നിന്റെ മേൽ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു മുദ്രയാണ്, ഒരു സീലാണ്. സാത്താന്റെ കോട്ടകളെ തച്ചുടക്കുന്ന ഒരു മുദ്ര എൻ്റെ നിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ പിശാച് ചിലപ്പോൾ പേടിപ്പിക്കും. എന്തോന്ന് പേടിപ്പിക്കും? നീ അവിടെ പോകരുത്, പ്രശ്നമാകും. ഇവിടെ പോകല് പ്രശ്നമാകും. അപ്പുറത്ത് പോകല് പ്രശ്നമാകും. ഇപ്പുറത്ത് പോകല് പ്രശ്നമാകും. അങ്ങോട്ട് പോയ കുഴപ്പമാകും എന്നൊക്കെ പറയുന്ന ആരാ? നമ്മളെ മേലെ എന്തുണ്ടെന്ന് പറയണോ അവൻ്റെ കൂടെ? എടാ, സീലുള്ള എനിക്ക് ഭൂമിയുടെ അങ്ങാറ്റം വരെ പോവാൻ എൻ്റെ ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ടടാ. പേടിക്കുന്ന ആരെയാ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? എവിടത്തെ ഭയം നിന്റെ അകത്ത് വരുന്നത്? ആ ഭയത്തെ പൊട്ടിച്ച് വെളിവാ, ഭയത്തെ പൊട്ടിച്ച് വെളിവാ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, ഇതാ നീ ഭയപ്പെടണ്ട, മരണത്തിന്റെ പാതാളത്തിൽ താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. മോനെ, എൻ്റെ കയ്യിലെല്ലാം. നീ പേടിക്കണ്ട കേട്ടോ, നീ പേടിക്കണ്ട. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഓ സ്തോത്രം, നീ ഭയപ്പെടണ്ട. മരണത്തിന്റെ പാതാളത്തിൽ താക്കോൽ എൻ്റെ കൈവശമാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട. ആരൊക്കെ പറയും? സ്തോത്രം. നമ്മളെ ഒതുക്കിക്കളയും, മുറിക്കകത്ത് ഒതുക്കിക്കളയും. ഈ മുറി വിട്ട് വെളിയിൽ പോയാൽ പ്രശ്നമാവുമെന്ന് പറയും. ഇതാരാ പറയുന്നത്? മുറി വിട്ട് വെളിയിൽ പോയാൽ വല്ല കുഴപ്പം വരുമോ? റോഡിൽ പോയാലോ, കല്യാണത്തിന് പോയാലോ, ബന്ധുവിൻ്റെ വീട്ടിൽ പോയാലോ, എവിടെയെങ്കിലും യാത്ര ചെയ്ത് നമുക്ക് വല്ല പ്രശ്നം വരുമോ? അപ്പോൾ പ്രശ്നം വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ആരാ? അപ്പം ചിന്തിച്ചോളണം, ഒരു യേശു അപ്പച്ചൻ നമ്മളെ കൂടെ ഉണ്ട്, ശീലമുണ്ട്, മുദ്രയിട്ടിരിക്കുന്നു. ദൂതൻ ഒന്നല്ല, ഒരുപാട് ദൂതന്മാർ ഒരു ചുറ്റുമുണ്ട്. മാത്രമല്ല, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്ന യേശു ക്രിസ്തു എൻ്റെ നിങ്ങളുടെ അകത്തുണ്ട്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. പിന്നെ അടുത്ത വരി കൂടെ വായിച്ചേ. ശക്തിയുടെയും സ്നേഹത്തിന്റെയും. എന്തിനൊക്കെ? ശക്തിയുടെയും, അടുത്ത് സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും. കണ്ടോ, ഈ ആത്മാവിന് എന്തുണ്ട്? എന്താ എൻ്റെ അർത്ഥം? എൻ്റെ അർത്ഥം എന്താ? എവിടെ പോയാലും ഞാൻ ദൈവ പൈതലാണെന്നുള്ളൊരു ബോധം. എവിടെ ഇരുന്നാലും, ആരെ വീട്ടിൽ പോയാലും, ആരോട് സംസാരിച്ചാലും, ആരെ നോക്കിയാലും, ഏതൊക്കെ സാഹചര്യം വന്നാലും, എങ്ങനെയൊക്കെ ആയാലും പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ടെങ്കിൽ അത് സുബോധം തരും. മോളെ, നീ മുദ്രയുള്ളവളാ. മോനെ, നീ ഇതിലെ പോകണ്ട. മോളെ, ഈ പാപം പാടില്ല. മുദ്ര പറയും, സുബോധം തരും. ഏതൊക്കെ വേണ്ട, ഏതൊക്കെ വേണമെന്ന് സുബോധം തരും. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ പേടിച്ച് ഒതുങ്ങിക്കളയല്ലേ. എല്ലായിടും പോകണം. കർത്താവ് നമ്മൾ അയക്കുന്ന എല്ലായിടത്തും എന്ത് ചെയ്യണം? ധൈര്യത്തോടെ പോകണം. കാരണം നമ്മൾ അയക്കുന്നതും കൊണ്ടുപോകുന്ന എല്ലാം ആരാ? കർത്താവ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് 7-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം
എൻ്റെ സാക്ഷികൾ. വായിച്ചേ, മുഴുവൻ വായിച്ചേ. നിങ്ങൾ എന്നാൽ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ത് ലഭിക്കും? അപ്പോൾ നിങ്ങളുടെ മേൽ ശക്തി ഉണ്ടോ ഇല്ലേ? മുദ്ര ഉണ്ടോ ഇല്ലേ? പിശാച് തൊടുന്ന മുദ്രയാണോ തൊടാത്ത മുദ്രയാണോ? പിശാച് പേടിക്കുന്ന മുദ്രയാണോ അതോ പിശാച് അടുത്ത് വന്ന് കയറുന്ന മുദ്രയാണോ? പേടിച്ച് ദേഷ്യപ്പെടുന്ന മുദ്രയുണ്ട്. ഹല്ലേലൂയ. ദേശം വിടുന്ന മുദ്രയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദേശം വിടുന്ന മുദ്രയുണ്ട്. അടുത്ത വരി. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും. എവിടെ പോകണം? യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും. അപ്പം എവിടം വരെയും പോവാൻ ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആത്മാവിൻ്റെ ഒരു അധികാരം തന്നിട്ടുണ്ട്. അവിടെ ഇവിടെ പോകാൻ പാടില്ലെന്നല്ല, എവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലത്തൂടെ പോകുമ്പോൾ കർത്താവ് വിലക്കും. പരിശുദ്ധാത്മാവ് പൗലോസിനെ വിലക്കിയെന്നുണ്ടല്ലേ? അത് ആത്മാവ് വിലക്കും. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ മക്കളെ ഇവിടെ നീ പ്രസംഗിക്കണ്ട എന്ന് വിലക്കി. കണ്ടോ? അതില്ലാതെ നമുക്ക് ഈ പിശാചിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കല്ലേ? അവൻ പലതും നമ്മളെ ഒതുക്കിക്കളയും. ഒതുങ്ങല്ലേ? പിന്നെ എന്ത് ചെയ്യണം? ധൈര്യത്തോടെ, ചങ്കുറപ്പോടെ. കാരണം എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പേടിക്കല്ലേ, പതറല്ലേ. ഇനി ഞാൻ കൊലോസ്യരിൽ നിന്നാണ് പോയത്. കൊലോസ്യരിലേക്ക് ലേഖനത്തിലേക്ക് വരികയാണ്. അപ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസിന് സ്തോത്രം ദൈവത്തെ കാണാൻ യേശുവിനെ കണ്ടാൽ മതിയെന്ന് മുഴുവനും വരച്ചിട്ട് കൊടുത്ത ഒരു ലേഖനമാണ്. ഏത് ലേഖനം? സ്തോത്രം, കൊലോസ്യരുടെ ലേഖനം. അപ്പോൾ കൊലോസ്യരുടെ ലേഖനത്തിൻ്റെ അകത്തൂടെ സ്തോത്രം യേശു ആരാണെന്നും യേശുവിൽ ഈ ക്രൂശിലെ കർത്താവിൻ്റെ സ്നേഹവും മാത്രമല്ല ദൈവത്തെ കാണണമെങ്കിൽ ആരെ കണ്ടാൽ മതി? യേശുവിനെ കണ്ടാൽ മതിയെന്നും എഴുതി വച്ചിരിക്കുന്നൊരു പുസ്തകമാണ്. ഏത് പുസ്തകം? ഈ കൊലോസ്യരുടെ ലേഖനം. അപ്പോൾ കാണിച്ചു കൊടുത്തു, മൊത്തം കാണിച്ചു കൊടുത്ത ആ ഒരു അപ്പോസ്തലൻ എവിടെ കിടന്ന ഈ ലേഖനം എഴുതിയേ? കാരാഗ്രഹത്തിൻ്റെ അകത്ത്. അപ്പോൾ ആരെങ്കിലും കാരാഗ്രഹത്തിൽ കിടന്നാൽ ഇതുപോലെ എഴുതാൻ പറ്റുമോ? പറ്റണമെങ്കിൽ ആത്മാവ് പ്രാപിച്ചവനെ പറ്റും. കണ്ടോ? ആത്മാവ് പ്രാപിച്ചവൻ കാരാഗ്രഹത്തിനകത്തും പ്രതികൂലത്തിൻ്റെ അകത്തും പേടിക്കുകയൊന്നല്ല, പിന്നെയോ ആത്മാവ് കൊടുക്കുന്നത് എഴുതിക്കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആത്മാവ് എന്തൊക്കെ കൊടുക്കോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ അവൻ്റെ മേലൊരു സീലുണ്ടായിരുന്നു, ഒരു മുദ്ര ഉണ്ടായിരുന്നു, ഒരു അധികാരമുണ്ടായിരുന്നു. ആത്മാവിൻ്റെ ഒരു പകർച്ച അപ്പോസ്തലന്റെ മേൽ ഉണ്ടായിരുന്നു. കാരാഗ്രഹത്തിന് ഒതുക്കാൻ കഴിഞ്ഞില്ല. അതിനകത്തും ക്രിസ്തു യേശുവിനെ കണ്ടു, എൻ്റെ ദൈവത്തെ കണ്ടു, ആ ദൈവത്തിൻ്റെ ധനം കണ്ടു. ഹല്ലേലൂയ. ആ ധനം കണ്ടവൻ. കൊലോസ്യർ 2-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. വായിച്ച് 6 മുതൽ വായിച്ച്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ഒന്ന്, അപ്പനെ കൈക്കൊണ്ടത് കൊണ്ട് മാത്രമായില്ല. അപ്പനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു, കൈക്കൊണ്ടത് കൊണ്ട് മാത്രമായില്ല. പിന്നെ എന്ത് ചെയ്യണം? പണ്ട് എങ്ങനെയായിരുന്നു? രാവിലെ തൊട്ട് രാത്രി വരെ കൂട്ടായ്മ ആചരിച്ചാൽ ഒരു മടിയില്ല, ഒരു താല്പര്യക്കുറവില്ല. അയ്യോ കുറച്ചും കൂടെ കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് ആ താല്പര്യം ഉണ്ടോ? ഇന്ന് 5 മിനിറ്റ് താമസിക്കുമ്പോൾ നിർത്തുന്നില്ലല്ലോ എന്നാണോ? അതോ ആ താല്പര്യം ഉണ്ടോ? ആ ദാഹമുണ്ടോ? ആ ഇഷ്ടമുണ്ടോ? ഓ ജീസസ് ഹല്ലേലൂയ. അമ്മേ, മുമ്പ് അങ്ങനെയല്ല. വചനം കേൾക്കും തോറും ദാഹം, എത്ര കേട്ടാലും കൊതി തീരുകയില്ല. ഇന്ന് ആ ദാഹമുണ്ടോ? രക്ഷ മാത്രം പോരാ, കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക മാത്രമല്ല, പിന്നെയോ കർത്താവിൻ്റെ കൂട്ടായ്മ നടക്കണം. ഈ ഒരു വാക്കേ പറയാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയമില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. വായിച്ചേ. ആകെ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ ഒന്ന് കൈക്കൊള്ളണം. കൈക്കൊണ്ടോടാൻ തീർന്നില്ല. കൈക്കൊണ്ടവിടെ അതോടെ തീർന്നില്ല. യേശുവിനെ കൈക്കൊണ്ട് രക്ഷകനായി സ്വീകരിച്ചു, അതോടെ തീർന്നില്ല. പിന്നെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പേ. പിന്നെ എന്ത് ചെയ്യണം? കൂട്ടായ്മയിൽ. ആരോടുള്ള കൂട്ടായ്മ? ക്രിസ്തു യേശുവിനോടുള്ള കൂട്ടായ്മ. അങ്ങനെ കൂട്ടായ്മയിൽ നടക്കുന്ന ആളിന് മടിയില്ല. ആ രാവിലെ തൊട്ട് രാത്രി വരെ ദൈവഭാഗത്തിരുന്നാലും മടിയില്ല, അത് കഴിഞ്ഞിരുന്നാലും മടിയില്ല. എപ്പോഴും വചനം കേൾക്കാനുള്ള ദാഹം, എപ്പോഴും വചനം കേൾക്കാനുള്ള ആഗ്രഹം, എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. മുമ്പൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു വരിയാണ്. പലരും, നമ്മളെ സഭയിലുള്ള പലരും, ഇന്ന് അവരൊക്കെ അങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല, കർത്താവിനെ അറിയാവൂ. സ്തോത്രം. പലരും പറഞ്ഞിട്ടുണ്ട്, രാവിലെ ചില ദിവസം നമ്മൾ ഇവിടെ ശുശ്രൂഷ രാവിലെ തുടങ്ങുന്നത് ചിലപ്പോൾ 9 മണിക്ക് തുടങ്ങിയാൽ 11 മണി 11:30 എല്ലാവരും വീടുകളിൽ പോകുന്നത്. അപ്പോഴും പറയുന്നൊരു വരിയുണ്ട്, കൊതി തീർന്നില്ല. അതെങ്ങനെ നടക്കുന്നത്? കൂട്ടായ്മയിൽ. കൊതി തീരാത്തെന്താ? ആ സാന്നിധ്യത്തിനകത്ത്, ആ കൃപയ്ക്കകത്ത്, ആ ശക്തിക്കകത്ത്, ആ അഭിഷേകത്തിനകത്ത് അപ്പൻ്റെ കൂടെ നടക്കുന്നൊരു പൈതലിന് കൊതി. എന്തുകൊണ്ടാണ് മടിപ്പോരാത്തെ? നടന്നത് ആരോടുകൂടെ ആയിരുന്നു? ഒരു ആരാധന കഴിഞ്ഞു, അടുത്ത ആരാധന
കഴിഞ്ഞു, അടുത്ത ആരാധന കഴിഞ്ഞു. ക്ഷീണമില്ല, തളർച്ചയില്ല, ബലഹീനതയില്ല, മടിയില്ല, അരോചകമില്ല, ഒന്നും തോന്നിയില്ല. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 2 മണിക്കൂറായി, 5 മണിക്കൂറായി, 6 മണിക്കൂറായി, 7 മണിക്കൂറായി. മടിയില്ല, അലസതയില്ല, താല്പര്യക്കുറവില്ല. 11:30 നമുക്ക് പിരിയാനുള്ള മടി. അയ്യോ, കാരണം എന്തറിയാമോ? നടന്നത് കൂട്ടായ്മയിൽ. ഹല്ലേലൂയ. കൂട്ടായ്മയിൽ നടക്കുന്നവനെ എൻ്റെ ദൈവം അറ്റസ്റ്റ് ചെയ്യും. ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്നത്തെ എത്രയൊക്കെ മനസ്സിലായി? അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്നവന് ആരാധന മടിയല്ല, ആരാധന താല്പര്യം കുറവല്ല. ഹല്ലേലൂയ. നമുക്കറിയാം പഴയ നിയമത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് നമുക്കറിയാം അബ്രഹാമിനെ നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു സ്വത്രം ദൈവ മനുഷ്യനാണ്. ആര്? അബ്രഹാം. ആ മനുഷ്യൻ, ഞാൻ പറയും ഈ വചനം പറഞ്ഞു വരികയാണ്. ദൈവത്തിന് സ്വത്രം. അബ്രഹാം ആ കർത്താവിനോട് കൂടെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ആ സ്വത്രം വിഗ്രഹത്തെ സേവിച്ചും തൊഴുതും പിന്നെ ഉണ്ടാക്കി നടന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് അവൻ അങ്ങോട്ട് കയറി. പിന്നെ നടക്കണമെങ്കിൽ ദൈവം വേണം. ഓ, ആർക്ക്? വിളിച്ച ഓടം വെളിയാക്കും, സംസാരിച്ച പിന്നെ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് ആര് മാറിയില്ല? അബ്രഹാം മാറിയിട്ടില്ല. പോകുന്നിടത്തെല്ലാം ദൈവം, ഇരിക്കുമ്പോൾ ദൈവം, എഴുന്നേൽക്കുമ്പോൾ ദൈവം, എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ദൈവം അവനോട്. കാരണം എന്താ? കൂട്ടായ്മയിൽ നടക്കുന്നവനെ കർത്താവ് മറക്കത്തില്ല. ഈ അമ്മേ, എൻ്റെ ദൈവം ഒരു ദിവസം പറഞ്ഞു വിടാ, നമുക്ക് ചോദിക്കാം, അബ്രഹാമേ നീ വർഷകാലം നീ ദൈവത്തോട് കൂടെ നടന്നല്ലോടാ, എന്നിട്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് നമുക്ക് അബ്രഹാമിനോട് ചോദിക്കാം. അബ്രഹാം പറയും, ഞാൻ എൻ്റെ അപ്പനോടുള്ള ഇഷ്ടം കൊണ്ട്. എങ്ങനെ കൂടെ നടന്നത്? എന്തുകൊണ്ടാ? ഇഷ്ടം കൊണ്ട്. ഒരുത്തന് അപ്പനോടുള്ള ഇഷ്ടം വന്നാൽ അവന് വചനം കേൾക്കാൻ ദാഹമേ ഉള്ളൂ. ആരാധന അലസതയല്ല, ആരാധന അരോചകമല്ല, ആരാധന മടിയല്ല. പാടിയാൽ കൊതി തീരുന്നില്ല, പ്രാർത്ഥിച്ച കൊതി തീരുന്നില്ല, വചനം പ്രസംഗിച്ച കൊതി ഇരുന്നില്ല, വചനം കേട്ടാൽ കൊതി തീരുന്നില്ല, വചനം വായിച്ചാൽ കൊതി ഇരുന്നില്ല. കാരണം അവന്റെ നടപ്പ് ആ ദൈവത്തിലാണ്. ദൈവത്തിൽ നടക്കുന്നതിന് മടിയില്ല. അബ്രഹാമിനോട് ചോദിക്കാം, അബ്രഹാമേ നിനക്ക് മുഷിവ് തോന്നിയില്ലേ? മടി തോന്നിയില്ലേടാ? നീ ഇത്രമാത്രം ദൈവത്തിൻ്റെ കൂടെ നടന്നല്ലോ, നിനക്ക് വേറെ ഒന്നും തോന്നിയില്ലേ? കാരണം ദൈവം പ്രസാദിക്കുന്ന ആരാധന നടത്തുന്നവനായിരുന്നു ആര്? അബ്രഹാം. നോക്കിക്കേ, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവനെ ദൈവം പ്രസാദിക്കുന്ന ആരാധന എന്തെന്ന് വെളിപ്പെടൂ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? മോറിയ മലയിൽ ദൈവം പ്രസാദിക്കുന്ന ആരാധന വെളിപ്പെടാൻ കാരണം എന്താ? ഇവന്റെ നടപ്പാരുടെ കൂടെ, എൻ്റെ അപ്പനോട് കൂടെ. നമുക്ക് ചോദിക്കാം, അബ്രഹാമേ നിനക്കൊരു മടിയും തോന്നിയില്ലേ? ഇല്ല. നീ പോയപ്പോൾ എന്ത് കിട്ടിയടാ? അബ്രഹാം പറയും, എൻ്റെ ദൈവം പറഞ്ഞു, അബ്രഹാം എൻ്റെ സ്നേഹിതൻ. അമ്മേൻ. ദൈവം അബ്രഹാമിനെ അറ്റസ്റ്റ് ചെയ്ത് പേരെഴുതി. എന്തെന്ന്? അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ. എങ്ങനെ കിട്ടി ഈ വാക്ക്? ഇവരെങ്ങനെ കിട്ടി? കൂട്ടായ്മയിൽ നടന്നു, കൂടെ നടന്നു, വിടാതെ നടന്നു, പിന്തുടർന്നു. എന്തുണ്ടെങ്കിലും ആരോട് പറയും? എന്തുണ്ടെങ്കിലും ആരോട് പറയും? ആര് പറയും? അബ്രഹാം പറയും. നടന്ന് ഒരു ദിവസം ദൈവത്തിന് അബ്രഹാമിനെ വിടാൻ മനസ്സില്ല. ദൈവം നോക്കിയപ്പോൾ ഒരു ചിന്ത ദൈവത്തിന്, ഇവൻ എന്നെക്കാൾ അധികം ഈ പിള്ളയെ സ്നേഹിച്ചോ എന്നൊരു ചിന്ത. ദൈവം പറഞ്ഞോടാ, നിന്റെ മോൻ എനിക്ക് തരണം. ഉടനെ ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധനയ്ക്കായി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തുകയാണ്. അവിടെ ആരാധന അർപ്പിക്കുമ്പോൾ ദൈവം പറഞ്ഞു, തൊടരുത് കുഞ്ഞിനെ. കർത്താവിനെ ആണ് ഇവൻ യഥാർത്ഥമായി സ്നേഹിക്കുന്നത്. അവിടെ വെച്ച് വീണ്ടും എൻ്റെ ദൈവം അറ്റസ്റ്റ് ചെയ്തു. എൻ്റെ ദൈവം എഴുതി വെച്ചു. കൂടെ നടന്നവൻ്റെ പേര് എഴുതി വെച്ചിട്ട് പറഞ്ഞു, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ. ജീസസ്, നീ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ നീ ആരായി മാറും? പറ സിസ്റ്റർ, പറ. സ്നേഹിതൻ. ഓ, സ്നേഹിതൻ. ആരുടെ സ്നേഹിതൻ? പറ. ലോകത്തിൻ്റെ അല്ല, ഇപ്പുറത്ത് പാപം ചെയ്യുന്ന ആളുടെ അല്ല, പാപമില്ലാത്ത ഒരാളെ ഉള്ളൂ. എവിടെയും വിളിച്ചു പറയപ്പെടുന്ന ഒരാളെ ഉള്ളൂ. അപ്പൻ്റെ കൂടെ നടക്കുന്നവന് വെക്കുന്ന പേരാ ദൈവത്തിൻ്റെ സ്നേഹിതൻ. ഇനി കേട്ടോ, പഴയ നിയമത്തിനകത്ത് ഹാനോക്ക് 5-ാം ഉൽപ്പത്തിയിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ എന്ത് ചെയ്തു? നടന്നു. ഒരു ദൂത് കിട്ടി ദൈവത്തിൽ നിന്ന്. അന്ന് മുതൽ 300 വർഷം കൂടെ നടന്നവൻ ദൈവം പറഞ്ഞില്ലടാ, ഇനി നിന്നെ ഞാൻ മരിക്കാൻ വിടില്ല, നിന്നെയും കൊണ്ട് ഞാൻ പോയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹാനോക്ക് ദൈവത്തോട് കൂട്ടായ്മ എത്രയൊക്കെ ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ മക്കൾ നിന്നെ എന്നെ കൈക്കൊണ്ടു, പക്ഷേ നിന്റെ ജീവിതകാലം മുഴുവൻ
ഞാനും നീയും തമ്മിലുള്ള കൂട്ടായ്മയിൽ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു നടക്കാൻ. ഇന്ന് ഇതിനകത്ത് ആദ്യം ഒരു ആലോചന ദൂത് വന്ന് ഓർമ്മയുണ്ടോ? എന്താ ദൂത്? നിനക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ചില വിഷയങ്ങൾ നിനക്ക് പലതിനും തടസ്സമാണ്. പക്ഷെ ആ തടസ്സത്തെ ഞാനിത് എന്ത് ചെയ്യുന്നു? പൊട്ടിക്കുന്നു. നിനക്ക് എപ്പോഴും എൻ്റെ കൂടെ നടക്കാൻ, ആരാധിക്കാൻ ഞാനിതാ ഒരു ഡോറ്, സാഹചര്യം. ഇന്ന് ഇതിനകത്ത് ആർക്കൊക്കെ ഉള്ള ദൂതാ. പക്ഷെ ഇന്ന് അതിനകത്ത് ആരൊക്കെ ഏറ്റെടുത്ത് എനിക്ക് അറിഞ്ഞുവിടാ. ഏറ്റെടുത്തവരോട് ദൈവം പറയും, മക്കളെ എന്തിനുള്ള ദൂതാ? എൻ്റെ അപ്പനോട് കൂടെ രാവും പകലും ഒരു മടിയില്ലാതെ, ഒരു താല്പര്യക്കുറവുമില്ലാതെ സഞ്ചരിക്കാനുള്ള ആ കൃപ, ആ കൂട്ടായ്മ, ബന്ധം. ഹാനോക്കിനോട് ചോദിക്കാം, ഹാനോക്കെ നീ 300 വർഷം കൂടെ നടന്നല്ലോടാ, എന്തായി? നമുക്ക് സ്വർഗത്തിൽ ചെന്ന് ചോദിക്കാൻ പറ്റും. ഇവിടെ വെച്ച് ചോദിക്കാൻ ആളില്ലല്ലോ. ആളവിടെ പോയി. സ്വത്രം നമുക്ക് ഒന്ന് ചോദിക്കണം, തട്ടിയിട്ട് ചോദിക്കണം. പാസ്റ്ററെ, അല്ലെങ്കിൽ ബ്രദറെ, ദൈവമനുഷ്യനെ, അല്ലെങ്കിൽ അപ്പച്ചാ, നിങ്ങൾ 300 വർഷം ദൈവത്തോട് കൂടെ നടന്നെന്ന് ഞാൻ വായിച്ചു ബൈബിളിൽ. പക്ഷെ നിങ്ങളിപ്പോൾ നേരിട്ട് ഞാൻ കണ്ടു. നമ്മൾ ആരൊക്കെ കാണും അവിടെ ചെന്ന് ഹാനോക്കിനെ? ഹാനോക്കുണ്ടാകും, മൂസയുണ്ടാകും, അബ്രഹാം ഉണ്ടാകും, കാണും ഞാൻ നിശ്ചയം. ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ, കാണും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ. പാട്ടറിയാമോ പാട്ട്? ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ, കണ്ണുനീരില്ല എൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ, ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ. അവിടെ അന്ന് ഹാനോക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ ചെന്ന് ഹാനോക്ക് അപ്പച്ചൻ്റെ അടുത്ത് ചോദിക്കണം, അപ്പച്ചാ 300 വർഷം മടുപ്പ് തോന്നിയില്ലേ? ഇത്രയും രാവും പകൽ നടന്നപ്പോൾ എന്ത് കിട്ടി? അപ്പോൾ ഹാനോക്ക് പറയും, മക്കളെ മരണം കാണാതെ എൻ്റെ അപ്പന് ഞാൻ ഇല്ലാതെ പറ്റാത്തതുകൊണ്ട് എന്നെയും കൂടെ കർത്താവിൻ്റെ രാജ്യത്തിൽ കൊണ്ടുവന്നു. മുഖത്തെ പാത്ത് ആരാധിപ്പേ, എൻ ഗീതയം തന്ത് ആരാധിപ്പേ, മുഖത്തെ പാത്ത് ആരാധിപ്പേ, എൻ ഗീതയം തന്ത് ആരാധിപ്പേ, മുഖത്തെ പാത്ത് ആരാധിപ്പേ, എൻ ഗീതയം തന്ത് ആരാധിപ്പേ. தேவனே, இரக்கமுள்ள பெரிய தேவனே, உம்முகத்தை பார்த்து ஆராதிப்பே, இன்னிதயம் தந்து ஆராதிப்பே, உம்முகத்தை பார்த்து ஆராதிப்பே, இன்னிதயம் தந்து ஆராதிப்பே, உம்முகத்தை பார்த்து ஆராதிப்பே, innidayam തന്ന് ആരാധിപ്പേ. സ്വത്രം അവനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പേ. എങ്ങനെ നടക്കണം? അബ്രഹാം കൂട്ടായ്മയിൽ നടന്നു, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള പേര് കിട്ടി. ഹാനോക്ക് കൂടെ നടന്നു, മരണം കാണാതെ എന്ത് ചെയ്തു? എടുക്കപ്പെട്ടു. മരണം കാണാതെ എന്ത് ചെയ്തു? പറ. എടുക്കപ്പെട്ടു. വീണ്ടും നമുക്ക് നോക്കാം. മോശ ദൈവത്തോട് കൂടെ അങ്ങ് നടന്നു, പൊട്ടനെ പോലെ. ദൈവത്തിൻ്റെ സ്നേഹം അവൻ രുചിച്ചറിഞ്ഞപ്പോൾ, സ്വത്രം, തേനിനേക്കാൾ നിൻ സ്നേഹം ഞാൻ രുചിച്ചു, എത്രയോ മധുരം, തേനിനേക്കാളും തെൻകട്ടയേക്കാളും എന്നാവിൻ എത്ര മധുരം, തേനിനേക്കാളും തെൻകട്ടയേക്കാളും എന്നാവിൻ എത്ര മധുരം, നിൻ സ്നേഹം ഞാൻ രുചിച്ചു, എത്രയോ മധുരം, തേനിനേക്കാളും തെൻകട്ടയേക്കാളും എന്നാവിൻ എത്ര മധുരം. ഹല്ലേലൂയ. മോശ എൻ്റെ അപ്പനെ കണ്ടു, അപ്പൻ്റെ സ്നേഹം അറിഞ്ഞു, അപ്പനെ രുചിച്ചറിഞ്ഞു, അപ്പൻ്റെ
കൂടെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. പൊട്ടനെ പോലെ ഇരടാന്ന് പറഞ്ഞിരിക്കും. സീനായി പർവ്വതത്തിൽ നീ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞാൽ നീ മാത്രം വരും. താഴെ നില്ലെന്ന് പറഞ്ഞാൽ താഴെ നിൽക്കും. അവരെ ശുദ്ധീകരിക്കാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നുണ്ട്. ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്? വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആരൊക്കെ ഇറങ്ങി ചെല്ലുന്നുണ്ട്? ഇത് ഓരോ ഭക്തനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ കൂട്ടായ്മയിലൂടെ എന്തൊക്കെ ദൈവം കൊടുത്തു എന്നാണ്. പക്ഷേ ആ ഭക്തൻ്റെ സ്ഥാനത്ത് നമ്മൾ ഭക്തനല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് ആ ആഴത്തിലേക്ക് യേശുവിനോട് കൂടെ സഞ്ചരിച്ച് ചിലത് പ്രാപിക്കാനുള്ള ദാഹം, ആ ശക്തി, ആ കൃപ പ്രാപിച്ചിട്ട് വേണം ഇന്ന് ഇവിടെ വിട്ട് പോകാൻ. ഹല്ലേലൂയ. മോശ ഒരു പൊട്ടനെ പോലെ എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കൂടെ നടന്ന് സീനായി മല കയറാൻ പറയുമ്പോൾ കയറും, ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങും. സ്വോത്രം. ഹല്ലേലൂയ. കൽപ്പലക ചെത്താൻ പറഞ്ഞാൽ തെത്തും. സ്വോത്രം. പർവ്വതാരം തുടരല് മാറ്റി നിർത്താൻ പറഞ്ഞാൽ മാറ്റി നിർത്തും. സ്വോത്രം. നീ മാത്രം കയറി വാ എന്ന് പറഞ്ഞാൽ കയറി വരും. ദൈവത്തിന് സ്വോത്രം. ഇറങ്ങി ചെന്നിരുന്നത് സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കും. പറവോന്റെ കൊട്ടാരത്തിൽ ഒരു അത്ഭുതം നടന്നില്ലെങ്കിൽ കയറി പോടാന്ന് പറഞ്ഞാൽ പോകും. അവിടെ ചെല്ലുമ്പോൾ പ്രശ്നം മാറും, പ്രാർത്ഥന കൊടുക്കും. പിന്നെ പറവോന്റെ കഠിനപ്പെടും. പ്രശ്നം ഉണ്ടായി. സ്വോത്രം. പ്രാർത്ഥന തുടങ്ങിയ ശേഷം കാഠിന്യത കൂടി. എങ്ങനെ പറവോന്റെ കൊട്ടാരത്തിനകത്ത് ആദ്യം മോശ പോയി കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഇസ്രായേൽ ജനങ്ങൾക്ക് വേദന മാറിയോ വേദന കൂടിയോ? കൂടി. എന്തോന്നാ കൂടിയേ? വേദന വേദന കൂടി ഇല്ലേ? കൂടിയോ ഇല്ലേ? കൂടി. നമ്മളാണെങ്കിൽ എന്തോന്ന് പറയും? ദൈവമേ, കഷ്ടകാലം പിടിക്കാൻ കാലി ചവിട്ടി അവിടെ വേദന. ഈ ആളി കത്തുന്നത് കണ്ട് പേടിക്കല്ലേ, പെട്ടെന്ന് കെടുവത്. മൊത്തത്തിൽ കെടാനുള്ള സമയമായതുകൊണ്ടാണ് ആദ്യം ഒന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ജനങ്ങളെല്ലാം പറഞ്ഞു മര്യാദയ്ക്ക് വയ്ക്കോലും എല്ലാ സാധനവും കിട്ടുമായിരുന്നു, പാടുപെടണ്ടായിരുന്നു. ഇത്രയും അടി ഉപദ്രവമൊന്നും നീ വരും മുമ്പ് ഇവിടെ നിന്നും നീ ദൈവം രക്ഷിക്കാന്ന് പറഞ്ഞ് നീ വന്ന ശേഷം അന്ന് തുടങ്ങിയ കഷ്ടതയാണടാ മോശമെന്ന് ഇത്രയും ലക്ഷം ജനം എന്ത് ചെയ്തു? ഒരേ സ്വരത്തിൽ പറഞ്ഞു. നമ്മളാണെങ്കിൽ ആ ഏരിയ നിൽക്കുമോ? ഞാനാണെങ്കിൽ ഒരു മുട്ടി പുല്ലാദേശത്ത് ഒരു പുല്ല്, ആ ഏരിയ കൂടെ പിന്നെ പോകയില്ല. പക്ഷെ മോശ വിറ്റൊന്നും പോടെ, അതിൻ്റെ വിറ്റൊന്നും പോകും. എപ്പോൾ പറഞ്ഞാലും പോകും. നീ പോടാന്ന് പറഞ്ഞാൽ ഓടാൻ പോകും. ഒരു പൊട്ടനെ പോലെ പോകും. നമ്മളാണെങ്കിലോ ഇത്രയും ജനം ഒരുമിച്ച് പറഞ്ഞ് അവിടെ മര്യാദയ്ക്ക് അവർ ആഹാരം കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ പോയി കാല് ചവിട്ടി അന്നത്തോടെ അവിടെ കഷ്ടത തുടങ്ങിയെന്ന് അവർ പറയുമ്പോൾ ദൈവമേ അവരെ ദുഃഖം ഞാൻ എങ്ങനെ കാണും? ഞാൻ കാരണം തീയാണല്ലോ വന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൂടെ നടന്ന മോശ ഉണ്ടല്ലോ, അതല്ല ചിന്തിച്ചത്. എൻ്റെ ദൈവം അവിടെ തീ വന്നോ, അവിടെ കൂടിയോ, പ്രശ്നം വർദ്ധിച്ചോ എന്നല്ല, എന്നോട് സംസാരിച്ചവൻ ദൈവമാണോ, ആ ദൈവം എന്നെ അയച്ചിട്ടുണ്ടോ എന്നാണ് ആര് ചിന്തിച്ചത്? മോശ ചിന്തിച്ചത്. മോശ അങ്ങോട്ട് വീണ്ടും പോകാൻ തുടങ്ങി കൂടെ നടന്നു. സ്തോത്രം. എന്താ സംഭവിച്ചത്? മോശയോട് ചോദിക്കാം, മോശേ നീ കൂടെ നടന്നു, എന്ത് നേടി? മോശ പറയും, ദൈവം, ഞാൻ കോപിച്ചവനായിരുന്നു, പക്ഷേ മോശെ പോലെ സൗമ്യതയുള്ളവൻ ആരുമില്ലെന്ന് നമുക്ക് നോക്കിക്കുക. നിങ്ങൾ ആദ്യം മുതൽ നോക്കണം. മോശ സൗമ്യൻ എന്ന് പറയും എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഒരു കൂട്ടം വരുമെന്ന് പറയും, ഏയ് ദൈവമേ ഇവൻ സൗമ്യനെന്ന് എങ്ങനെ പറയും? മറ്റവൻ അടിച്ചു കൊന്ന മണ്ണിൻ്റെ അടി പൂഴ്ത്തിയവൻ ഒരാളിനെ കൊന്നില്ലേ? കൽപ്പലക വലിച്ചെറിഞ്ഞില്ലേ? കോപം വന്നില്ലേ? ദൈവമേ. അപ്പൊ ദൈവം പറയും, മാറില്ലടാ, ഇവൻ എൻ്റെ കൂടെ നടന്നപ്പോ ഇതൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചു. നീ അറിഞ്ഞില്ല, നാട്ടുകാരറിഞ്ഞില്ല, ദേശം അറിഞ്ഞില്ല, ഇവന്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നോ, എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോ ഞാനതങ്ങ് ക്ഷമിച്ചു. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. മോശ പറയും, ലോകം എന്നെ ഏറ്റവും മോശക്കാരെന്ന് കണ്ടപ്പോൾ, എൻ്റെ അപ്പൻ്റെ കൂടെ നടന്നപ്പോൾ എൻ്റെ ദൈവം എന്നെ സൗമ്യനെന്ന് രജിസ്റ്റർ ചെയ്തു. സൗമ്യൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? എന്തുകൊണ്ടാ? ആ ബന്ധം, ആ കൂട്ടായ്മ ബന്ധം, അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവൻ്റെ കൂട്ടായ്മയിൽ നടാ. രാവും പകലും നിനക്ക് മടി വരല്ലേ, നമുക്ക് മടി വരല്ലേ, അലസത വരല്ലേ? എപ്പോഴും പ്രാർത്ഥന, എപ്പോഴും ആരാധന എന്നൊരു മടി വരല്ലും അലസത വരല്ലേ? അവൻ്റെ കൂട്ടായ്മയിൽ നടാ. വലിയ അത്ഭുതം നീ കാണാൻ പോകുന്നു, വലിയ അതിശയം നീ കാണാൻ പോകുന്നു. ഹല്ലേലൂയ. അവിടെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് കിട്ടാത്ത സൗമ്യൻ എന്നുള്ള പേര്, കോടിക്കണക്കിന് ജനങ്ങൾ കിട്ടാത്ത, സ്വന്തം ദൈവത്തിന്റെ അടുക്കൽ കയറിപ്പോകാനുള്ള പദവി, കോടിക്കണക്കിന് ജനങ്ങൾക്ക് കിട്ടാത്ത സ്നേഹിതൻ എന്നുള്ള പേര്,
എൻ്റെ ദൈവം അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തു, എൻ്റെ ദൈവം എഴുതി വെച്ചു, തീർന്നില്ല. സ്വത്രം ദാവീദിനോട് ചോദിക്കടേ, നീ കുഞ്ഞായിരിക്കുമ്പോഴേ ആ വീട്ടുകാർ പോലും നിന്നെ കാട്ടിനകത്ത് പറഞ്ഞു വിട്ടപ്പോൾ നീ എങ്ങനെ കൂടെ നടന്നിട്ട് എന്തായടെന്ന് ചോദിച്ചു നോക്കാം. സ്വത്രം മോശയോട് ദാവീദിനോട് ചോദിച്ചു നോക്കി. ദാവീദ് പറയും, ഞാൻ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അപ്പൻ്റെ ഹൃദയം പോലെ എൻ്റെ ഹൃദയമായി. എൻ്റെ ആലോചന പ്രകാരം ശുശ്രൂഷ ചെയ്യാൻ, നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പറയാൻ എൻ്റെ ദൈവത്തിൻ്റെ വാ കൊണ്ട് പറയുന്ന ഒരാളാക്കി എന്നെ മാറ്റിയത് ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധമാണ്. നിനക്ക് നമുക്ക് മനസ്സിലായി? എൻ്റെയും നിൻ്റെയും ബന്ധം, കൂട്ടായ്മ ബന്ധം എവിടെ കിടക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കിയേ. കൂടെ നടന്നു, അവൻ്റെ ഹൃദയം മാറി. അപ്പം ചോദിക്കും, നിങ്ങൾ ചോദിക്കും, സിസ്റ്ററെ എങ്കിൽ പിന്നെ അവിടെ കുറച്ച് നേരം അവൻ പാപം ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവം അവനോട് ഇന്നടുത്ത് മാറി പാപം ചെയ്തു, പക്ഷേ തിരിഞ്ഞെന്ത് ചെയ്തു? വന്നു, രക്ഷപ്പെട്ടു. ഇന്ന് പകൽക്കാലം എൻ്റെ അപ്പൻ്റെ കൂടെ നടന്നാൽ അപ്പൻ പറയും എന്താ പറയുക? അപ്പൻ എന്താ പറയുക? എൻ്റെ ഹൃദയപ്രകാരം ഇന്ന് ഇതിനകത്ത് ആർക്കെല്ലാം കൂട്ടായ്മ ബന്ധം പോയി? ഇന്ന് വേറെ ഒന്നും പറയാൻ നേരം കിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ആർക്കെല്ലാം കൂട്ടായ്മ ബന്ധം പോയി? ആർക്കെല്ലാം പ്രാർത്ഥന ജീവിതം പോയി? ആർക്കെല്ലാം വചന ധ്യാനം പോയി? ആർക്കെല്ലാം തേന് പോലെ ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കാൻ പറ്റുന്നില്ല? ആർക്കെല്ലാം കൂട്ടായ്മ ഇരിക്കുമ്പോൾ ഉറക്കം? ആർക്കെല്ലാം കോട്ടുവ? ആർക്കെല്ലാം മടി? ആർക്കെല്ലാം താല്പര്യക്കുറവ്? ഒരാരാധന കഴിയുമ്പോൾ അടുത്ത് തളർന്നു, അയ്യോ ക്ഷീണം വന്നു, തളർന്നു, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല, പണ്ടത്തെ പോലെ ഇപ്പോൾ സന്തോഷമില്ല, പണ്ടത്തെ പോലെ ഇപ്പോൾ ആനന്ദമില്ല. ആർക്കൊക്കെ നഷ്ടപ്പെട്ടു പോയി? ഇന്ന് പകൽക്കാലം മടക്കി തരാൻ കഴിവുള്ളൊരു ദൈവം ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ദൈവം പറയുന്നു, മോനെ കൂട്ടായ്മ ബന്ധത്തിൽ നടാ. ആ കൂട്ടായ്മ വലിയ അത്ഭുതങ്ങൾ കൊണ്ടെത്തിക്കും. ആ കൂട്ടായ്മ ബന്ധം വലിയ അത്ഭുതങ്ങൾ കൊണ്ടെത്തിക്കും. ആ കൂട്ടായ്മയാണ് അപ്പോസ്തലനാകുന്ന പൗലോസിനെ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴല്ല, അല്ലാതെ മൂന്നാം സ്വർഗത്തോളം അപ്പോസ്തലൻ എടുക്കപ്പെട്ടു. സ്വത്രം കർത്താവിനോട് നിന്നപ്പോൾ, കർത്താവിൻ്റെ കൂട്ടായ്മ നടന്നപ്പോൾ പൗലോസിനോട് ചോദിക്കാം, പൗലോസ് നീ കൂട്ടായ്മ നടന്നു, കാരാഗ്രഹം കിട്ടിയില്ലേ, പ്രശ്നം കിട്ടിയില്ലേ? പൗലോസ് പറയും, കാരാഗ്രഹം കിട്ടിയപ്പോഴും എൻ്റെ കയ്യിലൂടെ എൻ്റെ അപ്പൻ്റെ മർമ്മങ്ങളെ എഴുതാൻ, എൻ്റെ അപ്പൻ്റെ ആഴമേറിയ വെളിപ്പാട് എഴുതാൻ, സ്വർഗം കാണാൻ, സ്വർഗത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം കൃപ എന്തെന്ന് ആഴമായി വെളിപ്പെടുത്തുവാൻ, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് എഴുതാൻ എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. കാരാഗ്രഹത്തിനകത്തും അവൻ പ്രശ്നമല്ല കണ്ടത്, പ്രതികൂലമല്ല കണ്ടത്, പ്രതിസന്ധിയല്ല കണ്ടത്, പിന്നെ ആരെ കണ്ടേ? എൻ്റെ അപ്പനെ. സ്വത്രം പൗലോസിന് ചോദിക്കാം, പൗലോസേ നീ ഇവിടെ കിട്ടി, ഇവിടെ ദമസ്കോസ് വെച്ച് മുതൽ നീ സ്നേഹിക്കാൻ തുടങ്ങി, നീ കൂട്ടായ്മ നടക്കാൻ തുടങ്ങി. പൗലോസ് പറയും, എൻ്റെ വേദന ഞാൻ അറിഞ്ഞില്ല. ചോദിച്ചേ, അപ്പോസ്തലനോട് ചോദിച്ചേ. അപ്പോസ്തലൻ പറയും, ഒരുപാട് അടി കിട്ടി, അടിയുടെ വേദന ഞാൻ അറിഞ്ഞില്ല. തടവ് വന്നു, തടവിൻ്റെ വേദന. അപ്പോസ്തലനോട് ചോദിച്ചേ. ആരൊക്കെ ചോദിക്കും? പൗലോസ് അപ്പോസ്തലനെ, നിങ്ങൾ ദമസ്കോസ് മുതൽ യേശുവിനെ ചുമന്ന് നടന്നല്ലോടാ, നിങ്ങൾക്ക് എന്തൊക്കെയാ കിട്ടിയേ? നിങ്ങൾക്ക് ഈ ഇടിയും തടവറയല്ല കിട്ടിയേ? ചോദിച്ചേ. അയാൾ ഒരിക്കലും പറയൂലേ തടവറയാണ് കിട്ടിയെന്ന്. അയാൾ പറയും, എനിക്ക് എൻ്റെ യേശുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തടവറ എൻ്റെ കണ്ണിൽ മറന്നുപോയി, എൻ്റെ ശരീരത്തിൻ്റെ മുറിവ് ഞാൻ കണ്ടില്ല, എൻ്റെ വേദന കണ്ടില്ല, എന്നെ നിന്ദിച്ചവരുടെ നിന്ന കണ്ടില്ല, എന്നെ ഉപദ്രവിച്ച ആരെയും ഞാൻ കണ്ടില്ല, എന്നെ കളിയാക്കിയവരെ കണ്ടില്ല. വെളിച്ചപ്പാടത്തിൻ്റെ ഭൂതം മാറ്റിയത് കൊണ്ട് ആൾക്കാരെന്നെ ഉപദ്രവിച്ച അടിയല്ല ഞാൻ കണ്ടത്, കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകി എൻ്റെ അപ്പൻ ചങ്ങല പൊട്ടിക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ വേറെ ഒന്നും കണ്ടില്ല, ഞാൻ മൂന്നാം സ്വർഗം കണ്ടു. അവൻ കണ്ടത് ഇതൊക്കെയാ. അയാൾ പറയും, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഇരിക്കുന്ന ഇടം ഞാൻ കണ്ടു, ദൂതന്മാരെ കണ്ടു, ഞാൻ രാജാവിനെ കണ്ടു. എനിക്ക് സ്വത്രം ലേഖനത്തിലൂടെ ദൈവാർദ്ധന എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ ഈ വേദന കണ്ടില്ല, എൻ്റെ ശരീരത്തിൻ്റെ വേദന ഞാൻ അറിഞ്ഞില്ല, എൻ്റെ കണ്ണീര് ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ഈ ലോകത്തിലുള്ള കഷ്ടങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്തില്ല? പറ, എന്ത് ചെയ്തില്ല? എവിടെ എങ്ങനെ നടക്കുമ്പോൾ അറിയില്ല. കൂട്ടായ്മയിൽ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഒന്നുകൂടെ വരി വായിച്ച് കൊലോസ് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വായിച്ച് അടുത്ത ഭാഗം ദൈവം അടുത്ത് അനുവദിക്കുമ്പോൾ പറയും. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പേൻ. കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊള്ളുക മാത്രം പോരാ, പിന്നെ എങ്ങനെ നടക്കണം?
കൂട്ടായ്മയിൽ അബ്രഹാം നടന്നു. എന്ത് കിട്ടി? സ്നേഹിതൻ. മോശ നടന്നു, ഇവനെ പോലെ സൗമ്യൻ. മാത്രമല്ല, ഇവന് ഞാൻ വെളിപ്പെടുന്നത് മറ പൊരുളായിട്ട് അല്ല. ഇവനോട് സംസാരിക്കുന്ന മറ പൊരുളായിട്ട് അല്ല, മോശയോട്. പിന്നെ എങ്ങനെ? വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും. കൂട്ടായ്മ ബന്ധം കണ്ടോ? ഹാനോക്കിനോട് ചോദിച്ച ഹാനോക്ക് പറയും, ഞാൻ എൻ്റെ അപ്പനെ എന്നെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ കൂടെ എന്നെയും കൂടെ കൊണ്ടുപോയി. ജീസസ്. യോഹന്നാൻ അപ്പോസ്തലനോട് ചോദിച്ച യോഹന്നാൻ പറയും, ഞാൻ മാറിൽ ചാരി കിടന്നു, പക്ഷെ പത്മോസിൽ എൻ്റെ അപ്പൻ താമസിക്കുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. സ്തോത്രം. ദാവീദിനോട് ചോദിച്ചാൽ പറയും, എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെ മനസ്സിലായില്ല, എൻ്റെ ഹൃദയത്തെ തിരിച്ചറിയാനും കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തെ പുതുക്കി തിരിച്ചറിഞ്ഞ് അപ്പൻ്റെ ഹൃദയം പോലെ ആക്കി അപ്പൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ ഹൃദയമല്ല എനിക്ക്, ഈ ലോകത്തിൻ്റെ ഹൃദയമല്ല, ക്രിസ്തുയേശുവിൻ്റെ ഹൃദയമാക്കി എന്നെ മാറ്റി. അപ്പൻ്റെ നാമത്തെ ഉയർത്താൻ അപ്പൻ്റെ ഹൃദയപ്രകാരം ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാക്കി എന്നെ മാറ്റി. ഇതിൽ പരം എന്ത് പേരാ വേണ്ടേ? ജീസസ്. നമ്മുടെ മേൽ ഒരു സീലുണ്ട്. പൗലോസിനോട് ചോദിച്ചേ, പൗലോസേ, ഡെമസ്കോസ് മുതൽ നീ സഞ്ചരിച്ചില്ലേ, നിനക്കെന്ത് കിട്ടി? അയാൾ പറയും, അടിയുടെ വേദന ഞാൻ കണ്ടില്ല, നിന്ന ഞാൻ കേട്ടില്ല, ദുഷി ഞാൻ കേട്ടില്ല. ഞാൻ കണ്ടത് യേശുവിനെ, സ്വർഗം, സ്വർഗത്തിലുള്ളതിനെ, ദൂതന്മാർ, അവിടുത്തെ ഭാഷ. ലോകത്തിൽ അനേകർക്ക് വെളിപ്പെടാത്തത് ആർക്ക് വെളിപ്പെട്ടു? കൂടെ നടന്നവൻ, കൂട്ടായ്മയിൽ നടന്നവന് വെളിപ്പെട്ടു. പ്രാർത്ഥന കുറഞ്ഞില്ല, ആരാധന കുറഞ്ഞില്ല, വിശ്വാസം കുറഞ്ഞില്ല, വിശുദ്ധ ജീവിതം കുറഞ്ഞില്ല. എന്തുകൊണ്ട്? കൂട്ടായ്മയിൽ നടന്നു, കൂടെ നടന്നു, കൂടെ വസിച്ചു, കൂടെ സംസാരിച്ചു. ഇന്നത്തെ പേർക്ക് ആഗ്രഹമുണ്ട് കൂട്ടായ്മയിൽ നടപ്പീൻ. ഒന്നുകൂടെ വായിച്ചേ കൊലോസ്യർ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനിൽ വേരൂന്നിയും. അടുത്ത് ആരിൽ വേരൂന്നണം? വേര് ആരിൽ ഊന്നണം? യേശുവിൽ. വേറെ എങ്ങനെ വേണം? വേര് യേശുവിലാണെങ്കിൽ ആ മരം വീഴാൻ പോകുന്നില്ല. വേര് യേശുവിലാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു വിടാൻ പോകുകയാണ്. വേര് യേശുവിലാണെങ്കിൽ ആ മരം അടുത്ത് നിൽക്കുന്ന എല്ലാ മരവും വീണാൽ ഈ മരം വീഴൂല. കാരണം എന്താ? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല്ല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഹല്ലേലൂയ. വേര് നാല് സ്ഥലത്ത് വിത്തിട്ടില്ലേ? ആഴത്തിൽ വേരിറങ്ങി അതിലാ നല്ല നിലത്തിൽ. അതിലെന്തുണ്ടായി? യേശുവിൻ്റെ ഫലം. സ്വതം. എന്തിൽ വേരുന്നു? സ്നേഹത്തിൽ. എന്തിൽ? സ്നേഹത്തിലാണ് വേര്. നമ്മുടെ വേരോ സ്വതം. സ്നേഹത്തിൽ വേരുന്നിട്ടക്കനെ വായിച്ച് അടുത്ത വരി. അവരിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും. ആത്മീക വേര് ഊന്നിയിട്ട് എന്ത് ചെയ്യണം? എന്ത് പ്രാപിക്കണം? ആത്മാവിൻ്റെ ആ കർത്താവിൻ്റെ സ്വഭാവം ഓരോന്നോരോന്ന് നിറഞ്ഞ് ശുശ്രൂഷയും വെളിപ്പെടണം, സ്വഭാവവും വെളിപ്പെടണം. രണ്ടും വന്നേ തീരുമല്ല. ശുശ്രൂഷ മാത്രമല്ല, പിന്നെ സ്വഭാവവും വെളിപ്പെടണം. അല്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ അറിഞ്ഞുകൂടെന്നേ പറയൂ. അടുത്ത വരി. അവരിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശം തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. മതി. ഇനി ബാക്കിയൊക്കെ അടുത്ത് എന്തെങ്കിലും തരുമ്പോൾ കർത്താവ് സംസാരിക്കും, പറയാം. ഹല്ലേലൂയ. അവസാന വാക്ക് സ്തോത്രത്തിൽ കവിഞ്ഞും, സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോ മക്കളുടെ മേൽ എന്തുണ്ട്? ഒരു സീലുണ്ട്. എന്തിൻ്റെ സീല്? പരിശുദ്ധാത്മാവിൻ്റെ സീല്. സാത്താനെ തൊടാൻ പറ്റുമോ? പിശാചിനെ എടുക്കാൻ പറ്റുമോ? മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ കത്തിപ്പോകും. യേശുവിൻ പാട്ട് പാടാമോ? ഹല്ലേലൂയ. യേശുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. അവനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. കൂട്ടായ്മയിലായിരിക്കണം എപ്പോഴും. കൂട്ടായ്മ കൂടുമ്പോൾ ചിലതെല്ലാം വെളിപ്പെടും. കൂട്ടായ്മ നടക്കുമ്പോൾ ദർശനങ്ങൾ കാണും, വെളിപ്പാടുകൾ കാണും, ആ ശബ്ദം കേൾക്കും. അമ്മേ, ഓരോ നിമിഷവും ദാഹം വർദ്ധിക്കും, ആത്മാവിൽ ബലപ്പെടും.
സ്വഭാവത്തിനകത്ത് മാറ്റം വരും. ക്രിസ്തു യേശു നമ്മൾ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങും. തെക്കോട്ട് വടക്കോട്ട് കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് ഒഴുകാൻ തുടങ്ങും. ആർക്കും മാറ്റിവിടാൻ പറ്റാത്ത സ്നേഹത്തിൻ്റെ ഉടമസ്ഥയായിട്ട് നമ്മൾ മാറും. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും ഒരുക്കട്ടെ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്